ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട്, രണ്ടാം റിപ്പോർട്ടാണ് SIT സംഘം അല്പസമയം മുൻപ് കോടതിയിൽ സമർപ്പിച്ചത്. അത് കോടതി വിശദമായി തന്നെ പരിശോധനയ്ക്ക് ശേഷം നടത്തിയ ചില നിരീക്ഷണങ്ങൾ, അത് വളരെ പ്രധാനമാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു, അപ്പോൾ ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് നിലവിലെ ദേവസ്വം ഭരണസമിതിയുടെ വീഴ്ച, രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. SIT കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൂടുതൽ മറുപടികൾ പറയേണ്ടി വരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പ് എന്ന രീതിയിലേക്ക്, അത് 2019 മാത്രമല്ല അതിനുശേഷവും ഈ മിനിറ്റ്സിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള കോടതിയുടെ നിരീക്ഷണം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അനുജ, കഴിഞ്ഞ തവണത്തെ ഉത്തരവിൽ തന്നെ 2024 നിലവിലെ ഭരണസമിതിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും ചില പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിനു വേണ്ടപ്പെട്ട സംവിധാനങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച ദേവസ്വം കമ്മീഷണർ 7 ദിവസത്തിന് ശേഷം മലക്കം മറിയുന്നത് കണ്ടു എന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട വഴിവെച്ചത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു മറുപടിയാണെന്ന് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നിലവിലെ ഭരണസമിതിക്കെതിരെ ചില നിർദ്ദേശങ്ങൾ, ചില നിരീക്ഷണങ്ങൾ ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണ സംഘം നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ്. നേരത്തെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രകാരം മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തു. ആ മിനിറ്റ്സ് ബുക്കിൽ പക്ഷേ 2025 ജൂലൈ വരെയുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത്. അതിനുശേഷമുള്ള വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രമക്കേട് കണ്ടെത്തിയത് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാം എന്ന മിനിറ്റ്സ്, അല്ലെങ്കിൽ അന്ന് യോഗ ഉത്തരവ്, അത് ആ മിനിറ്റ്സ് ബുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഈ SIT റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വായിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ട് സംഭവിച്ചു? ബോധപൂർവമായ ഒരു ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. 2025 ബോധപൂർവമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ ശ്രമം നടന്നിട്ടുണ്ട്. അസാധാരണമായ സാഹചര്യം അത് മനഃപൂർവ്വം സൃഷ്ടിച്ചു എന്നായിരുന്നു കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതായത് 2025 നിലവിലെ ഭരണസമിതിയുടെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്നത്തെ നടപടികൾ അവസാനിപ്പിച്ചത്. ഇന്ന് ഓപ്പൺ കോർട്ടിലായിരുന്നു നടപടി. കഴിഞ്ഞ തവണ അടച്ചിട്ട മുറിയിലായിരുന്നുവെങ്കിൽ ഇന്ന് പൂർണ്ണമായും ഉത്തരവ്, ആദ്യം മുതലുള്ള ഉത്തരവുകൾ കോടതി വായിച്ചു. ഏറ്റവും ഒടുവിലാണ് ഇന്നത്തെ റിപ്പോർട്ട് പരിഗണിച്ചത്. അതിൽ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡിനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരമുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് അത് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു ബോഡിയാണ്. ആ ഒരു സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗത്ത് അവർ വരുമോ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIT ചില നിർദ്ദേശങ്ങൾ കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണ പോയതുമായി ബന്ധപ്പെട്ടുള്ള സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തണം, അതിന് ശാസ്ത്രീയമായ പരിശോധന വേണമെന്ന് SIT പറഞ്ഞിരുന്നു. ആ പരിശോധനയ്ക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയൊക്കെ അതിരൂക്ഷ വിമർശനവും അതിരൂക്ഷ കണ്ടെത്തലുമൊക്കെയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അകമഴിഞ്ഞ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ആകത്തുകയായി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കും. നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ പരമപ്രധാനമായ എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ, അതായത് ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്നത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയണം, അല്ലേ വിഷ്ണു? അനുജ, അതാണ്. അതായത് ഈ സ്വർണം പോയതിന്റെ അളവ് എത്രയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കണ്ടെത്തി അതൊരു തെളിവായി മാറണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു അനുമതി SIT തേടിയത്. അതിന് നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള, കട്ടളപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന്റെ പകർപ്പെടുക്കാൻ, അതായത് സന്നിധാനത്തെത്തി ഒരു മരപ്പണിക്കാരനുമായി സന്നിധാനത്തെത്തി ആ സന്നിധാനത്തെ വാതിലിന്റെ പകർപ്പെടുക്കാനുള്ള അനുമതി അനധികൃതമായി നൽകി. അത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടാണ് കോടതി പറയുന്നത്. സൂപ്പർഫിഷ്യൽ എലമെന്റ് എന്നുള്ളതാണ് കോടതി ഉപയോഗിച്ച വാക്ക്. അത്തരത്തിൽ അകമഴിഞ്ഞൊരു സഹായം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമല്ല സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.